ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് മറ്റൊരു വലിയ നേട്ടമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗമേറിയതുമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ബ്രഹ്മോസ് മിസൈൽ ഇനി കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്താൻ പോകുകയാണ്. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച ഈ അത്യാധുനിക മിസൈൽ സംവിധാനം വിയറ്റ്നാമിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്തോനേഷ്യയുമായുള്ള സമാധാന കരാറും അവസാന ഘട്ടത്തിലാണെന്ന് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അറിയിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിയറ്റ്നാമുമായുള്ള കരാർ ഇതിനകം ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ കരാറിന്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഏകദേശം 5800 കോടി രൂപയുടെ പ്രതിരോധ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത് എന്നാണ് സൂചന. ഈ കരാറിൽ ബ്രഹ്മോസ് മിസൈലുകൾ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്. തീരദേശ പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന മിസൈൽ ബാറ്ററികൾ, സൈനികർക്കുള്ള പരിശീലന പരിപാടികൾ, സാങ്കേതിക സഹായം, ലോജിസ്റ്റിക് പിന്തുണ എന്നിവയും ഇതിന്റെ ഭാഗമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ വിയറ്റ്നാമിന്റെ സമുദ്ര പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് തീരദേശ സുരക്ഷയ്ക്കും കടൽ അതിർത്തി സംരക്ഷിക്കുന്നതിനും ഈ സംവിധാനം വലിയ സഹായമാകും. ബ്രഹ്മോസ് മിസൈൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ ആദ്യ വലിയ വിജയമായിരുന്നു ഫിലിപ്പീൻസുമായുള്ള കരാർ. 2022 ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ബ്രഹ്മോസ് കരാറിൽ ഒപ്പുവെച്ചത്. ആ കരാർ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ചർച്ചയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരുന്നു. ഇപ്പോൾ വിയറ്റ്നാമും അതിനു പിന്നാലെ ഇന്തോനേഷ്യയും ഈ പട്ടികയിലേക്ക് എത്തുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരം കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഈ കരാറുകൾക്ക് വെറും വ്യാപാര പ്രാധാന്യം മാത്രമല്ല ഉള്ളത്, അതിനേക്കാൾ വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. കാരണം ബ്രഹ്മോസ് വാങ്ങാൻ താൽപര്യം കാണിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളുണ്ട്. ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായി വിവിധ സമുദ്ര അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായി പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കടലിലെ ചില പ്രദേശങ്ങളിൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നതും അവിടേക്ക് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതും സമീപ രാജ്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. അത്തരമൊരു സമയത്താണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഈ രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അതിവേഗതയും കൃത്യതയും കാരണം ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയും റഷ്യയും ചേർന്നാണ് ബ്രഹ്മോസ് വികസിപ്പിച്ചത്. വർഷങ്ങളായുള്ള ഗവേഷണത്തിന്റെയും പരിശീലനങ്ങളുടെയും ഫലമാണ് ഈ മിസൈൽ സംവിധാനം രൂപം കൊണ്ടത്. ഇന്ന് ഇന്ത്യൻ സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവിടങ്ങളിൽ ബ്രഹ്മോസ് പ്രധാന ആയുധ സംവിധാനമായി ഉപയോഗിക്കുന്നുണ്ട്. ബ്രഹ്മോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വേഗതയാണ്. ശബ്ദത്തിന്റെ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും. അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു. ശത്രുവിന് പ്രതികരിക്കാൻ വളരെ കുറച്ചു സമയം മാത്രം ലഭിക്കുക എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രധാന നേട്ടം. ആയതിനാൽ തന്നെ പ്രതിരോധ വിദഗ്ധർ ബ്രഹ്മോസിനെ വളരെ ഫലപ്രദമായ ഒരു ആയുധ സംവിധാനമായി വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാന പ്രത്യേകത ഇതിന്റെ ഉപയോഗ സൗകര്യമാണ്. കരയിൽ നിന്നും, കപ്പലുകളിൽ നിന്നും, വിമാനങ്ങളിൽ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാനാകും. ഈ ബഹുമുഖ ശേഷിയാണ് പല രാജ്യങ്ങളെയും ആകർഷിക്കുന്നത്. വിവിധ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനാൽ സൈനിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സൗകര്യം ലഭിക്കുന്നു. സമുദ്രമേഖലയിലെ ലക്ഷ്യങ്ങൾക്കെതിരെയും കരയിലെ പ്രധാന കേന്ദ്രങ്ങൾക്കെതിരെയും ഇത് ഉപയോഗിക്കാനാകും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി നയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ മാറ്റങ്ങളാണ് കണ്ടത്. മുമ്പ് പ്രധാനമായും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് പ്രതിരോധ ഉപകരണങ്ങൾ നൽകുന്ന നിലയിൽ വളർന്നിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിൽ സ്വയം പ്രാപ്യത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യ ആഭ്യന്തര നിർമ്മാണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിന്റെ ഫലമാണ് ഇന്ന് ബ്രഹ്മോസ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് ലോകവിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യത. വിയറ്റ്നാമുമായുള്ള കരാറും ഇന്തോനേഷ്യയുമായുള്ള ചർച്ചകളും വിജയകരമായി പൂർത്തിയായ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇത് മറ്റൊരു വലിയ നേട്ടമായി മാറും. അതോടൊപ്പം ഏഷ്യ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതിയിലൂടെ ഇന്ത്യ ഒരു ആയുധം മാത്രമല്ല നൽകുന്നത്, മറിച്ച് പ്രതിരോധ സഹകരണം, സുരക്ഷാ പങ്കാളിത്തം, മേഖലയിലെ സ്ഥിരത എന്നിവ ശക്തിപ്പെടുത്താനുള്ള ഒരു വലിയ നീക്കമാണ് നടത്തുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ബ്രഹ്മോസിൽ താൽപര്യം പ്രകടിപ്പിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാന കാര്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.